ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് 35 റൺസ് കൂടി നേടിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് വിജയം സ്വന്തമാക്കാൻ സാധിക്കും. അതുവഴി പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. 4 വിക്കറ്റുകൾ കൂടി അവരുടെ കൈവശമുണ്ട്. എന്നാൽ 35 റൺസ് എടുക്കുന്നതിന് മുൻപേ ഈ 4 വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയും. അതുവഴി പരമ്പര സമനിലയിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആവേശകരമായ ഒരു ക്ലൈമാക്സ് തന്നെയാണ് ഇത്തവണ നമ്മെ കാത്തിരിക്കുന്നത്. ഏതായാലും വിരാട് കോഹ്ലി ഇല്ലാത്ത ഒരു ടെസ്റ്റ് സീരീസാണ് ഇത്. നമുക്കറിയാം, കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം തൻ്റെ എക്സിൽ പ്രമുഖ പൊളിറ്റീഷ്യനായ ശശി തരൂർ പങ്കുവച്ചിട്ടുണ്ട്. അതായത്, കോഹ്ലിയെ ഈ 5ാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ താൻ വളരെയധികം മിസ് ചെയ്യുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്. കോഹ്ലി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മത്സരത്തിൽ ഒരു വ്യത്യസ്തമായ റിസൾട്ട് നമുക്ക് ലഭിക്കുമായിരുന്നു. വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ചുകൊണ്ട് വിരാട് കോഹ്ലിയോട് തിരികെ വരാനൊക്കെ ഇപ്പോൾ ശശി തരൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വീറ്റ് ഇങ്ങനെയാണ് വരുന്നത്: ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഞാൻ പലപ്പോഴും വിരാട് കോഹ്ലിയെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 5ാമത്തെ ടെസ്റ്റ് മത്സരത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മനക്കരുത്തും ഇൻറ്റൻസിറ്റിയും കളത്തിൽ പ്രചോദിപ്പിക്കാനുള്ള കഴിവുമൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവും മിസ് ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ വ്യത്യസ്തമായ ഒരു ഫലം നമുക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിരമിക്കലിൽ നിന്നും പിന്മാറാൻ നമുക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ ഇനിയും സമയമുണ്ട്. കോഹ്ലി, നിങ്ങളെ ഈ രാജ്യത്തിന് ആവശ്യമുണ്ട്. ഇതാണ് ശശി തരൂർ തൻ്റെ എക്സിൽ കുറിച്ചിട്ടുള്ളത്. അതായത്, ആ ഒരു പ്രഖ്യാപനം പിൻവലിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്താനാണ് ഇപ്പോൾ ശശി തരൂർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. കോഹ്ലി ഉണ്ടെങ്കിൽ തന്നെ കളിക്കളത്തിൽ ടീം ഇന്ത്യക്ക് ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയും പാഷനും ഒക്കെ ടീം ഇന്ത്യക്ക് ഗുണകരമാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ടെസ്റ്റ് പരമ്പര കൈവിടുന്നതിൻ്റെ വക്കിലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം ഉള്ളത്. എന്താകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.